ദൈവം യഹൂദ ജനതയെ തിരഞ്ഞെടുത്തത് അവർ മറ്റുള്ളവരെക്കാൾ വലിയവരായതുകൊണ്ടല്ല, മറിച്ച് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരുമായുള്ള തന്റെ സ്നേഹത്തിന്റെയും ഉടമ്പടിയുടെയും അടിസ്ഥാനത്തിലാണ്. അവരിലൂടെ അവൻ തന്റെ നിയമവും വാഗ്ദാനങ്ങളും ഒടുവിൽ മിശിഹായും വെളിപ്പെടുത്തി. എല്ലാ ജനതകൾക്കും വെളിച്ചവും അനുഗ്രഹവും കൊണ്ടുവരാൻ ദൈവത്തിന്റെ വിശുദ്ധിയുടെയും കൃപയുടെയും സാക്ഷിയാകാൻ ഇസ്രായേൽ ഉദ്ദേശിച്ചിരുന്നു. എന്നിട്ടും പലരും വിശ്വാസത്തേക്കാൾ അവരുടെ പ്രവൃത്തികളിൽ ആശ്രയിച്ചുകൊണ്ട് സ്വയനീതിയിലേക്ക് തിരിഞ്ഞു. ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിന്റെ രക്ഷയുടെ ദാനം നഷ്ടപ്പെട്ടു. എന്നിട്ടും ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിച്ചിട്ടില്ല. അവന്റെ ഉടമ്പടി നിലനിൽക്കുന്നു. ഇസ്രായേലിനോടുള്ള അവന്റെ വാഗ്ദാനങ്ങൾ നിലനിൽക്കുന്നു. അവരുടെ ഇടർച്ചയിൽ രക്ഷ ജാതികൾക്ക് നീട്ടിക്കൊടുത്തു. വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ കൃപയിൽ പങ്കുചേരാൻ അവർ ഇപ്പോൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതി അവന്റെ നീതിയും കരുണയും കാണിക്കുന്നു. അവൻ ഇസ്രായേലിനോട് വിശ്വസ്തനാണ്. അതേസമയം എല്ലാ ജനതകളിൽ നിന്നുമുള്ള ആളുകളെ ക്രിസ്തുവിലൂടെ തന്റെ കുടുംബത്തിന്റെ ഭാഗമാകാൻ വിളിക്കുന്നു.